കൂട്ടത്തില് വിവരം കുറഞ്ഞ ചില സഹോദരന്മാരുടെ കയ്യിൽ തന്നെ വെള്ളിയുടെ വളയും അതുപോലെ തന്നെ വെള്ളിയുടെ ഒരു ചെയിനും. അതെന്താ സംഗതി? വെള്ളിന്റെ മോതിരാണ് നമുക്ക് ഹലാലാക്കിയത്. എന്താ വെള്ളി വള? വള സഹോദരിമാർക്കല്ലേ, ചെയിനും അവർക്കല്ലേ. ദീന് പഠിപ്പിക്കാത്ത സുഖം അല്ലാഹു തആല നിഷിദ്ധമാക്കിയ രീതിയിലുള്ളത് സ്വീകരിക്കാനോ പുതിയ മോഡലാക്കിയിട്ടത് എടുക്കാനോ പാടില്ല. ദീൻ എങ്ങനെയാണോ ശരീഅത്ത് എങ്ങനെയാണോ അനുവദിച്ചത്, ആ അനുവദിച്ച സുഖം മാത്രമാണ് സുഖിക്കേണ്ടത്. ഇപ്പൊ നമ്മുടെ കൂട്ടത്തില് മാനിപ്പാനി വേദനിപ്പിച്ചാൽ മാത്രമല്ല ശിക്ഷ ലഭിക്കുന്നത്. വിവാഹം കഴിച്ച പെണ്ണിനോട് അനാദരവും ആ തോന്നിവാസവും വൃത്തികേടും വികൃതവും ചെയ്തിട്ടുണ്ടോ? അല്ലാഹു വെറുതെ വിടുന്ന ഒരാളും കരുതേണ്ടതില്ല. ചെയ്തു പോയിട്ടുണ്ടെങ്കിൽ എന്ന് കാല് പിടിച്ച് ചോദ ചെയ്തു അല്ലാഹുവോട് മാപ്പ് ചോദിച്ചോ. സ്വന്തം ഭാര്യയോട് എല്ലാം പറഞ്ഞിട്ട് ഒന്ന് സോറി പറഞ്ഞോ, ഒന്ന് പൊരുത്തം. ഭാര്യാന്ന് പറഞ്ഞാൽ നമുക്ക് തോന്നിയാസം ചെയ്യാനുള്ളതല്ല, നമുക്ക് അലക്കി തരാനുള്ള യന്ത്രം മാത്രമല്ല, നമുക്ക് തോന്നുമ്പോ പ്രസവിച്ചിട്ട് തരാനുള്ള, നമുക്ക് ചവിട്ടി മെതിക്കാനുള്ള, എല്ലാവർക്കും ഒന്ന് കൊട്ടാനുള്ള ചിന്തയല്ല. അത് വേറൊരു വാപ്പയുടെ ഉമ്മയുടെ മോളാണ്. ഇടങ്ങേറാക്കിയ കുടുംബ വേദനിപ്പിച്ച ചോദിക്കുമല്ല, തമാശയാക്കിയാലല്ലോ വെറുതെ വിടുക. സ്വർണ്ണാഭരണത്തിന്റെ പേര് പറഞ്ഞിട്ട് കുറഞ്ഞുപോയെന്ന് പറയല്ലേ വാപ്പാ. ഇങ്ങനെ ഓരോരോ കാര്യം പറഞ്ഞിട്ട് എത്ര വീടുകളാ നരകമാകുന്നത്, എത്ര വീടുകളാ നരകമാകുന്നത്. സുരവിന്ദനെന്ന തള്ളൂരെ കൂടുന്നയാള്, എല്ലാ നിന്ദകളും ചെയ്യുന്നയാള്. എന്നാ ഭാര്യനോടെപ്പോഴും പിണക്കമാണ്, ഭാര്യനോടെപ്പോഴും മോശമാണ്, എന്തിയോടെപ്പോഴും ഇടങ്ങേറി. ഇവരുടെ രണ്ടാമത്തെ അടയാളം പറയുന്നത് വീട്ടിലുള്ള ആവശ്യങ്ങൾ മുമ്പേക്ക് നിർവഹിച്ചു കൊടുക്കാൻ ഭയങ്കര മടിയായിരുന്നു. ഭാര്യ പറഞ്ഞു അതിഥികൾ വരുന്നതല്ലേ, തീരെ വയ്യ, നിങ്ങൾ ഒന്ന് ആ ബാത്റൂം തേച്ച് കഴുകിയിട്ടില്ലെങ്കിൽ ഒരച്ച് കഴുകിയിട്ടില്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് ഫ്രഷ് ആക്കും, മരലും വരുന്നതല്ലേ, ഞാൻ ബാത്റൂം കഴുകാനോ, നീ എന്താ പറയുന്നു? ഭയങ്കര സംഭവം. അടിച്ചു വാരിയിട്ടുണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ, വീട് അടിച്ചു വാരി, പാല് കറന്നു കൊടുത്തിട്ടുണ്ട്. ആർക്ക്? ഭാര്യക്ക് കുടിക്കാൻ. പാത്രം കഴുകി കൊടുത്തിട്ടുണ്ട് നമ്മളെ നേതാവ്. നമ്മൾ ആലോചിച്ചു, ഷെഹ്റാനി ഇമാമിന്റെ ഭാര്യ നിത്യമായി അസുഖത്തിലായപ്പോൾ ആ ഭാര്യ മൂത്രൊഴിച്ചതും കാഴ്ചച്ചതൊക്കെ വൃത്തിയാക്കിയ കൈകളായിരുന്നു ഷെഹ്റാനി ഇമാമിന്റെ, അഥവാ 300 കിതാബ് എഴുതിയ കൈ. അതിനു വേണ്ടി മാത്രമല്ല എനിക്ക് അല്ലാഹു തന്നത് എന്ന ബോധം ഷെഹ്റാനി ഇമാമിനുണ്ട് കേട്ടോ. പാതിരാത്രി എന്റെ അബ്ദുറഹ്മാൻ എന്ന മോനെ കരയുമ്പോൾ എന്റെ ഭാര്യന്റെ ഉറക്ക് ശല്യാവോ എന്ന് പേടിച്ചിട്ട് ഞാൻ ആ മോനെ എടുത്തിട്ട് അപ്പുറം ഇപ്പുറമൊക്കെ കൊണ്ടുപോയി സുബി വരെ അവനെ ഉറക്കാൻ ഞാൻ ശ്രമിക്കും. എന്തിന്? എന്റെ ഭാര്യന്റെ ഒരു സെക്കൻഡ് ഉറക്ക് പോണ്ടാന്ന്. കട കിബറില്ലാത്ത മനുഷ്യന്മാര് ജീവിച്ചു പോയ മണ്ണാണ് നമ്മുടെ മണ്ണ്. ഷെഹ്റാനി ഇമാം ഇതൊക്കെ പറയുന്നത് തന്റെ അൽ മിനൻ എന്ന ഗ്രന്ഥത്തിലാണ്. എനിക്ക് അല്ലാഹു ചെയ്ത അനുഗ്രഹങ്ങൾ എന്ന് പറഞ്ഞിട്ടാണ് ആ ഗ്രന്ഥം ആരംഭിക്കുന്നത്. മൂന്നാമത്തെ ഒരു അടയാളാണ് വീട്ടിലേക്കുള്ള അവശ്യ വസ്തുക്കൾ വാങ്ങിക്കൊണ്ടുവരാൻ ഒരാൾക്ക് മടി തോന്നുന്നുണ്ടെങ്കിൽ അതിൽ കിബറുന്ന അതിനർത്ഥം. മാർക്കറ്റിൽ ഞാൻ പോകാനാ എല്ലാം കൂടെ എനിക്കൊരു പ്രസ്റ്റേജിൽ ഞാൻ 4 ദിവസം അബുദാബിയിൽ ലീവ് എടുത്തിട്ട് വന്നത് ഇതിനാ. ഹോം ഡെലിവറി ഇല്ലേ? അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹുവിനെ കുറിച്ചും അവരുടെ മകൻ അബ്ദുല്ലാഹി തങ്ങളെ കുറിച്ചും ആ കാലത്തെ ആൾക്കാർ പറയുന്നുണ്ട്, ടൗണിലൂടെ കക്കിരി പത്തൊക്കെ എടുത്ത് നടക്കുന്നതാണോ വീട്ടിലേക്ക്. നമ്മളൊക്കെ പച്ച മനുഷ്യന്മാരാണ്. അതെന്നെ നന്നാവൽ എന്ന് പറയുന്നത്. നന്നാവൽ എന്ന് പറഞ്ഞാൽ നമ്മൾ അബ്ദുള്ളയാവുക എന്നാണ് അതിന്റെ അർത്ഥം. നമ്മൾ അല്ലാഹുവിന്റെ അടിമയാവുക.